സോ ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു വൈബ്രൻറ്റ് വിഷ്വൽസിൻ്റെ ബീറ്റ വെർഷൻ മൈൻക്രാഫ്റ്റ് ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആ മൈൻക്രാഫ്റ്റിൻ്റെ ബീറ്റ എഡിഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് വൈബ്രൻറ്റ് വിഷ്വൽസിൻ്റെ അപ്ഡേറ്റ് മൈൻക്രാഫ്റ്റിൽ കൊണ്ടുവന്നത് നമുക്കൊന്ന് വേഗം ചെക്കൗട്ട് ചെയ്യാം. ഇതൊരു ഫുള്ള് വെർഷൻ ആയിരിക്കില്ല, ബീറ്റ വെർഷൻ. അപ്പോൾ അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ കാണും. ഫുൾ വേർഷൻ വരുമ്പോൾ അത് വേറെ നമ്മൾ വീഡിയോ കാണാനൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു പെട്ടെന്നുള്ള അപ്ഡേറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. വൈബ്രൻറ്റ് വിഷ്വൽസ് കിട്ടാനായിട്ട് നമ്മൾ ഫസ്റ്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്പെരിമെൻറ്റ്സ് ഓൺ ആക്കിയിരിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വീഡിയോ സെറ്റിങ്സിലേക്ക്, വേൾഡിൻ്റെ വീഡിയോ സെറ്റിങ്സ് വരുമ്പോൾ താഴെ അവിടെ വൈബ്രൻറ്റ് വിഷ്വൽസിൻ്റെ ഓപ്ഷൻ കാണും. അതിൽ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്: പെർഫോമൻസ്, ഫേവർ, അങ്ങനത്തെ 3 ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോ പെർഫോമൻസ് അനുസരിച്ച്, മൊബൈലും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വൈബ്രൻറ്റ് വിഷൻസ് ഓൺ ആക്കിയതിന് ശേഷമുള്ളൊരു ടോട്ടൽ വ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്. മെയിനായിട്ട് വാട്ടറിൽ നല്ല രീതിക്കുള്ളൊരു മാറ്റം. നമ്മളൊരു സ്ലിഡേഴ്സിൻ്റെ ഷെയ്ഡറും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഉള്ളൊരു വാട്ടർ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ് വാട്ടർ. അണ്ടർ വാട്ടർ ആയാൽ പോലും എന്താ ഒരു സൺറൈസൊക്കെ ഇങ്ങനെ വരുന്നില്ല, റിഫ്ലക്ഷൻസൊക്കെ അടിപൊളിയായിട്ട് വൈബ്രൻറ്റ് വിഷ്വൽസിൽ കൊണ്ടുവരും. നമ്മൾ ലിറ്ററലി നമുക്കൊരു ഷെയ്ഡറിൻ്റെ ആവശ്യം വേറെ ഇല്ല, ഒരു ഷെയ്ഡർ തന്നെയാണ് ഈ വൈബ്രൻറ്റ് വിഷ്വൽസിലൂടെ അവർ കൊണ്ടുവന്നത്. ഒരു അണ്ടർ വാട്ടറിലും അതുപോലെ ടോപ്പ് ഓഫ് ദ വാട്ടറിലൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു സൺലൈറ്റ് ബ്ലോക്കുകളിലൊക്കെ അടിക്കുന്ന റിഫ്ലക്ഷൻ നല്ലൊരു റേ ട്രേസിങ് ലെവൽ. അവർ എന്താ ആദ്യത്തെ അപ്ഡേറ്റിൻ്റെ വീഡിയോയിൽ അവർ പറഞ്ഞ പോലെ തന്നെ അതിൽ വരുന്ന ഒരു തരത്തിലുള്ള ഇത് തന്നെയാണ്. ആ ഒരു റേ ട്രേസിങ് എഫക്റ്റ് പോലെയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവർ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഫെൻസും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന ആ ഒരു സൺലൈറ്റിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലെയർ ഷാഡോസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പം മോബ്സിൻ്റെ ഷാഡോസൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇത് സ്റ്റിൽ ഒരു ബീറ്റ എഡിഷനാണ്, ഫുൾ വെർഷൻ ഇതുവരെ റിലീസ് ആയിട്ടില്ല. മൈൻക്രാഫ്റ്റിന് തന്നെ ഒഫീഷ്യൽ ബീറ്റ എഡിഷനാണ് ഇത്. അതിലാണ് നമ്മൾ ഇതൊക്കെ നോക്കുന്നത്, കളിക്കുന്നതൊക്കെ. സോ അപ്പം ഫുൾ വേർഷൻ വരുമ്പോൾ ഉറപ്പായിട്ട് നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, ഇപ്പം ഇത് ഏറ്റവും കുറഞ്ഞ ഇതിൻ്റെ സ്പെക്സ് ഏതൊക്കെയാണ്, ആൻഡ്രോയിഡിലും iOS-ലും ഉള്ള ഫുൾ സ്പെക്കും കാര്യങ്ങളൊക്കെ, PC-യിലാണെങ്കിൽ പോലുള്ള ഫുൾ സ്പെക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയണത്. അതിൽ ആണ് ഇപ്പോൾ നോർമലി ഇത് അത്യാവശ്യം സ്മൂത്തായിട്ട് റൺ ആകത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 4GB റാം മൊബൈൽസിലൊക്കെ ഞാൻ ട്രൈ ചെയ്തു, പറഞ്ഞില്ല. ഓൾസോ 6GB റാം ഉള്ളൊരു മൊബൈൽ ട്രൈ ചെയ്തു, അതിൽ പോലും നല്ല രീതിക്ക് ഡിവൈസ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് സംഭവം റണ്ണാവുന്നത്. ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒപ്റ്റിമൈസ് ആയതിന് ശേഷമുള്ള ടൈമിൽ ഫുൾ വേർഷൻ റിലീസ് ആകുമ്പോൾ മേ ബി കുറച്ചുകൂടി നല്ല സെറ്റപ്പൊക്കെ ആകുമായിരിക്കും. ആൻഡ് അടുത്ത വരുന്ന അപ്ഡേറ്റ്, ഈ വൈബ്രൻറ്റ് വിഷ്വൽസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാപ്പി ഗാസ്റ്റ് ആണ്. ഹാപ്പി ഗാസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ സോൾസ് ആൻഡ് വാലി പോകുമ്പോൾ അവിടുത്തെ നമ്മുടെ ബോൺസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് കിട്ടും. ഒരു ഡ്രൈഡ് ഗാസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഒരു ചെറിയ മോവ് പോലെ നമുക്ക് നോർമലായിട്ട് എടുക്കാൻ പറ്റും. അത് മൈൻഡ് ചെയ്തെടുക്കാം. അതുപോലെ പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഗാസ്റ്റ് ടിയർ, ചുറ്റിനും ഗാസ്റ്റ് ടിയർ വയ്ക്കുക. അതിനുശേഷം നടുക്കൊരു ബോൺ ബ്ലോക്ക് കൊണ്ട് വെച്ച് നമുക്ക് ഈ ഡ്രൈഡ് ഗാസിനെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കര പാടാണ്, ഈ ഗാസ് ടിയറും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തൊന്നുമില്ല, അത്യാവശ്യം നല്ല പാടാണ്. അതിനെക്കാട്ടി നമുക്ക് സോൾസ് ആൻഡ് വാലി കണ്ടുപിടിച്ച് അവിടെ നിന്ന് എടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിനുശേഷം നമ്മൾ ഈ ഡ്രൈഡ് ഗാസിനെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് താഴെ പ്ലേസ് ചെയ്തിട്ട് മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു വാട്ടർ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനെ വെള്ളത്തിലോട്ടാക്കണം. ഓക്കെ, ഇതിനെ വെള്ളത്തിൽ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ കിട്ടത്തില്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ട, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലായിട്ട് നമ്മൾ ഈ ഡ്രൈഡ് ഗാസിനെയും കാര്യങ്ങളൊക്കെ വെക്കണം. അതിരുന്ന് വളർന്നും കാര്യങ്ങളൊക്കെ വരണ ടൈമിൽ എന്താ സംഭവം, ആദ്യം ഈ ഒരു ഹാപ്പി ഗാസിൻ്റെ ഫേസ് മാറി ഒരു സാഡ് ഫേസ്, നോർമൽ ഒരു എക്സ്പ്രഷൻ ഇല്ലാത്തൊരു ഫേസ് ആകും. പിന്നെ ഒരു സ്മൈലി ഫേസ് ആകും. അതിനുശേഷം അത് വേഗം തന്നെ ചാടിക്കളിച്ച് തുള്ളി വരും. ആൻഡ് അതിന് ശേഷം നമുക്ക് ഈ ഗാസിനെ വലുതാക്കാനായിട്ട് നമ്മൾ സ്നോബോളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം അത് വളരും. ആൻഡ് അതിന് ശേഷം നമുക്ക് ഈ ഗാസിൻ്റെ മുകളിൽ നിന്ന് റൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഹാർനസ് ആണ്. അതായത് നമ്മൾ ഹോഴ്സിൻ്റെ മുകളിൽ നിന്നിട്ട് സാഡിൽ യൂസ് ചെയ്യണ പോലെ ഗാസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളത് ഹാർനസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതിനുവേണ്ടി 3 ലെതർ, സൈഡിൽ 2 ഗ്ലാസ്, നടുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള വൂൾ. അത് പല പല കളറിലുള്ള വൂളുണ്ടല്ലോ, നമുക്ക് ഏത് കളറിലുള്ള വൂളാണോ അതെടുത്ത് വെച്ച് നമുക്ക് ഹാർനസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഗൈസ്, നമ്മൾ ആ ഹാർനസിനെ എടുത്ത് നമ്മൾ ഗാസിൻ്റെ പുറത്തോട്ട് ക്ലിക്ക് ചെയ്ത് അതിലോട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നോർമലി ഹോഴ്സും അതുപോലെ സംഭവങ്ങളൊക്കെ റൈഡ് ചെയ്യുന്ന പോലെ ഗാസ്റ്റിൻ്റെ മുകളിൽ ഇരുന്ന് നമുക്ക് റൈഡ് ചെയ്ത് പോകുന്നുള്ളതാണ്. അടിപൊളി ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ മൈൻക്രാഫ്റ്റ് ഇതുവരെ കാണാത്ത രീതിയിലൊരു സെറ്റപ്പ്. നമ്മൾ നോർമലി ഹെലൈട്ര യൂസ് ചെയ്തിട്ട് പോകണ പോലെയാണ് നമ്മൾ ഐ തിങ്ക് ഈ ഒരു ഗാസിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് പോകണം. ഭയങ്കര സെറ്റപ്പായിട്ട് ഭയങ്കര നൈസ് ഒരു ഇതാണ്.
വൺ ഓഫ് ദി എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്കിത് തോന്നി. കുറച്ചുകൂടി നേരത്തെ ഇവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. സിമ്പിളായിട്ട് സംഭവങ്ങളൊക്കെ നമുക്കിതൊക്കെ ചെയ്യാം അപ്ഡേറ്റ്. അതുപോലെ ഈ വൈബ്രൻറ്റ് വിഷ്വൽസും എല്ലാം കൂടി വന്ന നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്കിത് തോന്നി. ആൻഡ് യെസ് ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള 1.20.8 വരാൻ പോകുന്ന കിഡിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. 20.3 വരാൻ പോകുന്ന കിഡിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ബീറ്റ എഡിഷൻ ആണ്. ഈ ബീറ്റ എഡിഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ നോർമൽ മൈൻക്രാഫ്റ്റ് അക്കൗണ്ടിന് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ അല്ലാണ്ട് എപ്പിക്കൊന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒഫീഷ്യൽ വെർഷൻ റിലീസ് ആകുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. സോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം മറ്റേ കിടക്കച്ച് വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ, കുഡ് നോ ഇറ്റ്സ് മീ യുവർ ഓൺ 8K signing off. Bye bye.